രാഹുൽ ഗാന്ധി വീണ്ടും സുപ്രീം കോടതി ഓടിച്ചോ എന്ന് പറയാം. കാരണം രാഹുൽ ഗാന്ധിയാണല്ലോ പറഞ്ഞത് ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷൻ BJPയുടെ ഏജന്റ് പോലെ നടക്കുന്നു, ഭയങ്കരമായി തിരിമറി നടത്തുന്നു, വോട്ട് ചോരി നടത്തിയിട്ട് ഇങ്ങനെ BJPയെ ജയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശ്വസിക്കാൻ പറ്റാത്തൊരു പ്രസ്ഥാനം. 2 പത്രസമ്മേളനം നടത്തി, എന്നിട്ട് ഇനി ഹൈഡ്രജൻ ബോംബ് പൊട്ടിക്കും എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ വോട്ട് ചോരി എന്നൊക്കെ പറഞ്ഞ് ഈ ചങ്ങായി രാജ്യം മുഴുവൻ ഓടി, ബീഹാറിലൊക്കെ ഓടി നടന്നു. അത് കഴിഞ്ഞിട്ട് ഇടയ്ക്ക് ക്ഷീണം മാറ്റാൻ മറ്റേ മലേഷ്യക്ക് പോയി, പിന്നെ ഇപ്പം കൊളംബിയ പോയിട്ട് വന്നിട്ടുണ്ടെന്ന് അല്ലേ? വരത്തില്ലെന്നാണ് ആദ്യം പറഞ്ഞിരുന്നത്. സംശയമാണ്, ഇലക്ഷൻ കഴിഞ്ഞിട്ടൊക്കെ വരുള്ളൂ. ആകട്ടെ, എന്തൊക്കെയാണെങ്കിലും പുള്ളി ഇങ്ങനെ ക്ഷീണം മാറ്റാൻ ഇടയ്ക്കിടയ്ക്ക് റീചാർജ് ചെയ്യണമല്ലോ, അതുവേണ്ടി പോകുന്നുണ്ട്. ഏതായാലും ഇദ്ദേഹം പറഞ്ഞ പ്രകാരം ഡൽഹിയിലെ അഭിഭാഷകനായ രോഹിത് പാണ്ഡെ സുപ്രീം കോടതിയെ സമീപിച്ചു. അതായത് രാഹുൽ ഗാന്ധി കൃത്യമായ തെളിവുകൾ സഹിതം ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് വച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വിശ്വാസ്യത മുഴുവൻ പോയിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടിക മുഴുവൻ കുഴപ്പമാണ്. അതുകൊണ്ട് ഇതെല്ലാം പരിഹരിക്കണം. അത് മാത്രമല്ല, ഈ വോട്ടർ പട്ടിക ഇപ്പോൾ കിട്ടുന്ന വോട്ടർ പട്ടിക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കത് വായിക്കാൻ പറ്റും, പ്രിൻ്റ് എടുക്കാനും പറ്റും. അത് പറ്റത്തില്ല. വോട്ടർ പട്ടിക മെഷീൻ റീഡബിൾ ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ നമുക്ക് വോട്ടർ പട്ടിക കാണുന്നു, അതിനകത്ത് സിനുവിൻ്റെ പേര് ഞാൻ കാണുന്നു, സിനുവിൻ്റെ പേര് ഞാൻ ഉടനെ എനിക്ക് വേണമെങ്കിൽ അതിട്ട് സിനുവിൻ്റെ എൻഷ്യൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ സിനു എന്നാക്കാൻ എനിക്ക് വേണേൽ കഴിയണം. എഡിറ്റ് ചെയ്യാൻ പറ്റും. അതാണ് മെഷീൻ റീഡബിൾ എന്ന് പറഞ്ഞാൽ നമുക്കതിൽ ചില കാര്യങ്ങൾ ചെയ്യും. ഇപ്പോൾ വോട്ടർ പട്ടിക എന്ന് പറഞ്ഞാൽ നമ്മൾ ഡൗൺലോഡ് ചെയ്താൽ നമുക്ക് PDF കിട്ടത്തുള്ളൂ, അതിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല. PDF തിരുത്താനേ പറ്റുള്ളൂ. അതായത് സിസ്റ്റത്തിൽ കിടക്കുന്നതിൽ തിരുത്താൻ പറ്റില്ല. ഇവർക്ക് സിസ്റ്റത്തിൽ കിടക്കുന്ന തിരുത്തണം. അത് എന്തിനായിരിക്കും? അപ്പോഴെങ്കിലും ഇവർ ഉദ്ദേശിക്കുന്ന പോലെ അതിനകത്ത് ഒരാളുടെ പേര് മാറ്റാം, അയാളുടെ വയസ്സ് മാറ്റാം, അഡ്രസ്സ് മാറ്റാം, എന്നിട്ട് അതിൻ്റെ പ്രിൻ്റ് കണ്ടില്ലേ ഇലക്ഷൻ കമ്മീഷൻ്റെ പട്ടികയിൽ ഇങ്ങനെയാണ് എന്ന് പറയും. അപ്പം നമ്മൾ നോക്കുമ്പോൾ എങ്ങനെയല്ല തിരിച്ചു വരും, വേറെ ആയിരിക്കും. അത് ഞങ്ങളിത് കണ്ടുപിടിച്ചപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ തിരുത്തിയാന്ന് പറയാം. ഇങ്ങനെയുള്ള സാധനമൊക്കെ വേണം എന്നും പറഞ്ഞ് ഈ രോഹിത് പാണ്ഡെ എന്ന് പറയുന്ന രാഹുൽ ഗാന്ധിയുടെ വിശ്വസ്തൻ സീനിയർ അഡ്വക്കേറ്റായ ശശി കിരൺ വഴി സുപ്രീം കോടതിയെ സമീപിച്ചു. അപ്പം രാഹുൽ ഗാന്ധി പറഞ്ഞു ബാംഗ്ലൂർ സെൻട്രലിലെ ഇലക്ഷൻ ഫലം മഹാദേവപുര എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ വോട്ടെണ്ണി ഇപ്പോൾ 1 ലക്ഷം വോട്ടിന് BJP ജയിച്ചു. തെറ്റായിരുന്നേ. 4 BJP, 4 നിയമസഭാ മണ്ഡലങ്ങളിൽ കോൺഗ്രസിലും ലീഡുണ്ടായിരുന്നു. മഹാദേവപുരയിലെ ഭൂരിപക്ഷം കൊണ്ട് BJP ജയിച്ചു എന്നുള്ളത് ശരിയാണ്. അതുപോലെ മഹാരാഷ്ട്രയിലെ ധൂലയിൽ 7-ൽ 6 BJP ലീഡ് ചെയ്തു. മലേഗാവ് സെൻട്രൽ എണ്ണിയപ്പോഴത്തേക്ക് കോൺഗ്രസ്സിന് 1.5 ലക്ഷം 2 ലക്ഷം വോട്ട് കിട്ടി, കോൺഗ്രസ് ജയിച്ചു. അത് മിണ്ടത്തില്ല. അതുകൊണ്ട് ബാംഗ്ലൂർ സെൻട്രലിൽ ഉൾപ്പെടെ ക്രമക്കേട് നടന്നിട്ടുണ്ട്, സുപ്രീം കോടതി ഇടപെടണം എന്ന് പറഞ്ഞു. അപ്പോൾ ജസ്റ്റിസുമാരായ സൂര്യകാന്തിൻ്റെ ബെഞ്ചിലാണ് ഈ കേസ് വന്നത്. അപ്പോൾ കോടതി പറഞ്ഞു, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. ജസ്റ്റിസ് സൂര്യകാന്തും ജോയ് മല്യ ബാഗ്ചിയും കൂടെ പറഞ്ഞു ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. സുപ്രീം കോടതിയും ഭരണഘടനാ സ്ഥാപനമാണ്. അവരുടെ പണിയാണ് തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടിക ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് നടത്തിപ്പിനെ സംബന്ധിച്ച്, തെരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടിക സംബന്ധിച്ച് ഒക്കെ പരാതികളുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഞങ്ങളുടെ അടുത്ത് വരികയല്ല, ഞങ്ങളുടെ പണിയല്ല വോട്ടർ പട്ടിക ഉണ്ടാക്കുക എന്നുള്ളത്. അത് ഇലക്ഷൻ കമ്മീഷൻ്റെ പണിയാണ്. നിങ്ങൾ ഈ പറഞ്ഞ ആക്ഷേപങ്ങൾ, ഇപ്പോൾ പറഞ്ഞ രാഹുൽ ഗാന്ധി ഇതൊക്കെ പറഞ്ഞു എന്നല്ലേ? രാഹുൽ ഗാന്ധി ഇതൊക്കെ പറഞ്ഞെങ്കിൽ ഇത് പറയേണ്ടത് ഞങ്ങളോടല്ല, എവിടെയാണ് പറയേണ്ടത്? ഇലക്ഷൻ കമ്മീഷനോടാണ്. ഇലക്ഷൻ കമ്മീഷനും പറഞ്ഞതല്ലേ. രാഹുൽ ഗാന്ധി നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾ വരൂ, എന്നിട്ട് ഈ പരാതി നമുക്ക് എഴുതി തരൂ. എന്നെ കൊന്നാലും ഞാൻ എഴുതി തരത്തില്ല. പിന്നെയും പറഞ്ഞു ഇലക്ഷൻ കമ്മീഷനും പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞു എഴുതി തരൂ രാഹുൽ. ഞാൻ എഴുതി തരൂല. എന്താ കാര്യം? എഴുതി കൊടുത്ത പ്രശ്നമുണ്ട് സാർ. കാരണം എഴുതി കൊടുക്കുന്ന ഈ പറയുന്ന ആക്ഷേപങ്ങൾ രേഖാമൂലം ഇലക്ഷൻ കമ്മീഷന് കൊടുക്കാൻ പറ്റില്ല. കാരണം എന്താണെന്നറിയോ? കാരണം അത് നിയമവിരുദ്ധമാണ്. ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഇലക്ഷൻ ചട്ടപ്രകാരമല്ല. ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇന്നാൾ പറഞ്ഞില്ലേ, ഞങ്ങൾ ഭരിക്കുന്ന കർണാടകയിലെ CID 4-5 തവണ ഇലക്ഷൻ കമ്മീഷൻ നോട്ടീസ് കൊടുത്തു, കൊണ്ടുപോവാ രേഖകൾ എന്ന് പറഞ്ഞു. ഇലക്ഷൻ കമ്മീഷൻ പോടാ എന്ന് പറഞ്ഞ് മൈൻഡ് ചെയ്തില്ല. അങ്ങനെ മൈൻഡ് ചെയ്യാതിരിക്കും. ഇപ്പോൾ കൊടുത്തിരിക്കണം, 24 മണിക്കൂറിനധികം കൊടുത്തിരിക്കണം എന്ന് പറഞ്ഞു. എന്നാൽ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ് കോടതിക്ക് പോകാൻ പറ്റുമോ? രാഹുൽ ഗാന്ധി കോടതിയിൽ പോകത്തില്ല. ആരെക്കൊണ്ടും ഈ CIDയോട് പറയത്തില്ല. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യോട് പറഞ്ഞിട്ട്, ശിവകുമാറാണല്ലോ ആഭ്യന്തരമന്ത്രി, അല്ല പരമേശ്വരിയാണ് ആഭ്യന്തരമന്ത്രി, ഒരു കാര്യം ചെയ്യും, നിങ്ങൾ പോലീസിന് വേണ്ടി ചെന്നൈ മദ്രാസ് ഹൈക്കോടതിയിൽ ഒരു പെറ്റീഷൻ കൊടുക്കുക, ഇലക്ഷൻ കമ്മീഷൻ ഞങ്ങളുടെ CIDക്ക് മറുപടി പോലും തരുന്നില്ല, ഡോക്യുമെൻ്റ് തരുന്നില്ല എന്ന് കൊടുക്കാൻ പറഞ്ഞാൽ ആ നട കയറും മുമ്പ് ഹൈക്കോടതി മുട്ടുകാൽ തല്ലിടിക്കും. കാരണം ഇലക്ഷൻ കമ്മീഷനോട് സമൺ ചെയ്യാൻ, ഒരു കാര്യം വിളിച്ചു ചോദിക്കാൻ പോലീസിന് അധികാരമില്ല. സത്യത്തിൽ പോലീസിൻ്റെ മുതലാളിയാണ് ഇലക്ഷൻ കമ്മീഷൻ. കാരണം തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നു കഴിഞ്ഞാൽ
കംപ്ലീറ്റ് പോലീസിന്റെ അധികാരം ആർക്കാണ്? ഇലക്ഷൻ കമ്മീഷൻ. ട്രാൻസ്ഫർ ഉൾപ്പെടെ നടപടി എടുക്കാൻ വരെ ആർക്ക് അധികാരമുണ്ട്? ഇലക്ഷൻ കമ്മീഷനുണ്ട്. അപ്പോൾ ഇലക്ഷൻ കമ്മീഷനെ വിളിച്ചിട്ട് അതിങ്ങ് കൊണ്ടുപോകാന്ന് പറയാൻ പോലീസിന് പറ്റൂല. ഇതൊക്കെ ഓരോ നാടകങ്ങളാണ്. വെറുതെ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് പറയുന്ന CID. അപ്പോൾ പാവപ്പെട്ട ആളുകൾക്ക് ഇലക്ഷൻ കമ്മീഷൻ എന്തോ ഒളിക്കാനുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ചോദിച്ചാൽ കൊടുത്തൂടെ? അധികാരം ഇല്ലാത്തവൻ വന്ന് ചോദിച്ചപ്പോൾ ഞാൻ രാവിലെ വന്നില്ല, സിനു ഒരു പുതിയ വീടൊക്കെ വെക്കുന്നുണ്ടല്ലേ, ഒരു കാര്യം ചെയ്യും, അതെനിക്ക് എഴുതി തന്നേരെ എന്ന് പറഞ്ഞ സിനു എന്ത് പറഞ്ഞു? സിമ്പിളി. അല്ലെങ്കിൽ പറയാറ് നല്ല കക്ഷിയായിരുന്നു, ഇപ്പൊ പ്രാന്തായി പോയി. സിമ്പിള് അതുകൊണ്ട് മൈൻഡ് ചെയ്യട്ടെ, നല്ല മനുഷ്യനായിരുന്നു എന്ന് പറയും. ഇപ്പൊ എന്തോ കുഴപ്പം, ചെന്തിന് അടിച്ചിട്ടുണ്ടെന്ന് പറയും എന്ന് പറയുന്ന പോലെ രാഹുൽ ഗാന്ധി ഇങ്ങനെയൊക്കെ പറയും. ഇലക്ഷൻ കമ്മീഷൻ എന്ത് ചെയ്യാനാ, നല്ല കൊച്ചനായിരുന്നു, ഇങ്ങനെ ആയിപ്പോയി കുറേ കാലത്ത് എന്ന് പറഞ്ഞ് ഇലക്ഷൻ കമ്മീഷൻ മൈൻഡ് ചെയ്യുന്നില്ല. ഇതേ നടപടിയാണ്. അപ്പോൾ സുപ്രീം കോടതി പറഞ്ഞ എന്താ? ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞത് നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? എഴുതി കൊടുക്കുക, പരാതി കൊടുക്കുക. ഞാൻ എന്നെ കൊന്നാലും ഞാൻ എഴുതി കൊടുക്കും. പിന്നെ ഞാൻ ഈ രാജ്യം ഭരിക്കാൻ ഭാവി പ്രധാനമന്ത്രിയില്ല, ഞാൻ എഴുതി കൊടുക്കണം. ഞാൻ പറഞ്ഞാൽ അതുപോലെയാണ്. അതാണ് പിലാത്തോസ് എഴുതിയതാണ്, മാറ്റില്ല എന്ന് പറയില്ല. അത് യേശുദേവനെ ശിക്ഷിക്കാൻ വേണ്ടി റോമൻ ഗവർണർ അല്ലേ ആയിരുന്ന പിലാത്തോസ് ശിക്ഷാവിധി എഴുതി കഴിഞ്ഞു. പിന്നീട് അത് മാറ്റണം. കഥ അങ്ങനെയാണെന്ന് തോന്നുന്നു, തെറ്റുണ്ട് എന്നെ വഴക്ക് പറയുന്നത്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നീട് അതങ്ങനല്ല, അത് മാറ്റണം എന്നൊക്കെ ചില ആൾ പറഞ്ഞപ്പോൾ പറഞ്ഞു പിലാത്തോസ് എഴുതിയത് തന്നെയാണ്. രാഹുൽ ഗാന്ധി പറഞ്ഞത് തന്നെയാണ്. പക്ഷേ അതിൻ്റെ റിസൾട്ട് മിക്കവാറും ദയനീയ പരാജയമായിരിക്കും. കാരണം 81 തെരഞ്ഞെടുപ്പ് രാഹുൽ ഗാന്ധി കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ വന്നതിന് ശേഷം നടന്നു. 81 തെരഞ്ഞെടുപ്പ്, 78-ലും തോറ്റുപോയി. എന്തൊരു വിജയമാണ്! റേഷ്യോ നോക്കിയാൽ 81 തെരഞ്ഞെടുപ്പുകളുടെ നായകൻ 78-ലും തോറ്റുപോയി. അങ്ങനത്തെ ക്രെഡൻഷ്യൽസ് ആണ് രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞ നേതാവിനുള്ളത്. എന്നിട്ട് ഇങ്ങനെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്, ഈ രോഹിത് പാണ്ഡെയുടെ കേസ് സുപ്രീം കോടതി തള്ളിയിട്ട് പറഞ്ഞു നിങ്ങൾ നേരെ ഇലക്ഷൻ കമ്മീഷൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു. ഇപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യങ്ങൾ ലൈവായിട്ട് കാണിച്ച ചാനലുകളുണ്ട്. രാഹുൽ ഗാന്ധിയുടെ പത്രസമ്മേളനം വലിയ വാർത്തയാക്കിയവരുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ്റെ പത്രസമ്മേളനം വലിയ വാർത്തയാക്കിയില്ല, ലൈവായിട്ട് കാണിച്ചില്ല എന്ന് പറയുന്നത് പോലെ സത്യത്തിൽ രാഹുൽ ഇങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്നു, അതനുസരിച്ച് നടപടി വേണം. രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം, രാഹുൽ ഗാന്ധിയുടെ വീഡിയോ ഇതെല്ലാം സഹിതമാണ് സുപ്രീം കോടതിയിൽ ഈ രോഹിത് പാണ്ഡെ കേസുമായിട്ട് വന്നത്. രാഹുൽ ഗാന്ധിയുടെ സുഹൃത്തുമാണ്, കോൺഗ്രസ്സുകാരനാണ്. അപ്പോൾ സുപ്രീം കോടതി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്നുള്ളത് ഈ മുന്നിലിരിക്കുന്ന എത്ര പത്രത്തിലുണ്ട്? അപ്പോൾ ഇനി അടുത്ത ഹൈഡ്രജൻ ബോംബുമായിട്ടുള്ള വരാൻ പോകുമ്പോൾ ഇങ്ങനെ ഈ സുപ്രീം കോടതി പോയിട്ട് തിരിച്ചടി കിട്ടുന്നതൊന്നും അറിയുന്നില്ല. തിരിച്ചടി കിട്ടിയ സത്യത്തിൽ ഈ സുപ്രീം കോടതി ഈ പൊതു താൽപ്പര്യ ഹർജി പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ തള്ളിയതോടുകൂടി സത്യത്തിൽ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആക്ഷേപങ്ങൾ മുഴുവൻ അപ്രസക്തമായി പോയിരിക്കുന്നു. ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു രാഹുലിന് പരാതിയുണ്ട്, വാ ചേട്ടാ എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ സുപ്രീം കോടതി പറയുന്നത് പോ ചെക്ക, ചള്ളി ഇറക്കുക, പോയി കേസ് കൊടുക്കടാ, ഇലക്ഷൻ കമ്മീഷൻ്റെ അടുത്ത് പോകും, ഞങ്ങൾക്ക് വേറെ പണിയുണ്ടെന്ന് പറയുകയാണ്. കാരണം നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് രാഹുൽ ഗാന്ധി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, കോൺഗ്രസ്സുകാർ ചോദിക്കും, വോട്ടെടുപ്പ് കഴിഞ്ഞാൽ എന്തിനാണ് 45 ദിവസം കഴിയുമ്പോൾ ഇതെല്ലാം നശിപ്പിക്കുന്നത്? അപ്പോൾ നമുക്ക് തോന്നുന്നു ശരിയാണല്ലോ, 45 ദിവസം കഴിഞ്ഞ് നശിപ്പിക്കുന്നത് എന്തിനാണ്? ഈ 45 ദിവസം കഴിഞ്ഞ് നശിപ്പിക്കണമെന്ന് നിയമം ഉണ്ടാക്കിയത് നരേന്ദ്രമോദിയാ? അല്ലല്ലോ, നിങ്ങൾ കോൺഗ്രസ്സുകാർ ഭരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഈ നിയമം ഉണ്ടാക്കിയത്. ആ നിയമമല്ല ഇപ്പോൾ നടപ്പാക്കുന്നത്. ഇലക്ഷൻ നടത്തേണ്ടത് EVM വഴിയാണെന്ന് നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന ആരാ? തൻ്റെ അപ്പൻ രാജീവ് ഗാന്ധിയാണ്. രാജീവ് ഗാന്ധിയുടെ പ്രസംഗം ഇപ്പോഴും ഉണ്ട്. ബാലറ്റ് പേപ്പറിൽ തോറ്റുപോയേ, അപ്പോൾ പുള്ളി പറഞ്ഞു ബാലറ്റിൽ എനിക്ക് വിശ്വാസമില്ല, ഇനി EVM മതി എന്ന് പറഞ്ഞു. ഇപ്പോൾ EVM എന്ന് പറയുന്നത് ഇപ്പോൾ നിലവിളിക്കാൻ പറ്റില്ല. കാരണം സുപ്രീം കോടതി ഇതിൽ നിരന്തരം കേസ് കൊടുത്തിട്ട് പറഞ്ഞു ഇനി മേലിൽ EVM എന്നെങ്ങാനും മിണ്ടിപ്പോയാൽ നിന്നെ പിടിച്ചകത്തിടും. അങ്ങനെ വാക്കേ പറയാൻ പാടില്ല. അങ്ങനെ പറഞ്ഞു, സുപ്രീം കോടതി പറഞ്ഞല്ലോ. എന്നിട്ട് പറഞ്ഞു ജർമ്മനിയിൽ അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു ജർമ്മനിയിൽ എങ്ങനെയാണോ ആ ബെഞ്ചിൽ സഞ്ജീവ് ഖന്നയാണെന്നോ, സഞ്ജീവ് ഖന്ന ചോദിച്ചു ജർമ്മനിയിൽ അങ്ങനെയാണല്ലേ? സഞ്ജീവ് ഖന്ന ചോദിച്ചു ജർമ്മനിയിൽ എത്ര വോട്ടർമാരുണ്ടെന്നറിയോ? 50 ലക്ഷം. എൻ്റെ പശ്ചിമ ബംഗാളിൽ അതിൻ്റെ 7 ഇരട്ടി വോട്ടർമാരുണ്ട് ഒരു സംസ്ഥാനത്ത്. സഞ്ജീവ് ഖന്ന സുപ്രീം കോടതി ജഡ്ജി പറഞ്ഞതാണ്. അതുകൊണ്ട് നിങ്ങൾ ബാലറ്റ് പേപ്പർ തേങ്ങ മാങ്ങ എന്നും പറഞ്ഞ് വരരുത്. ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ ഇന്ത്യയിൽ നടത്തുന്നത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ വഴിയാണ്. അത് വെച്ചേ നടക്കുകയുള്ളൂ. അതുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് ഇനി ആ അധ്യായം സുപ്രീം കോടതി അടച്ചു കളഞ്ഞു. കാരണം ഇത് ശരിക്കും സുപ്രീം കോടതി പറഞ്ഞു ഇത് ഇലക്ഷൻ EVM എന്ന് പറയുന്നത് ഒരു കാൽക്കുലേറ്റർ പോലെയാണ്.
അതിന് ഒരു തരത്തിൽ അതായത് ബ്ലൂടൂത്ത് ആക്സസ് ചെയ്യാനില്ല, ഇൻ്റർനെറ്റ് ആക്സസിബിലിറ്റി ഇല്ല. പിന്നെ എങ്ങനെ അതിൽ മാനിപ്പുലേറ്റ് ചെയ്യും? ഒരാൾക്ക് എൻ്റർ ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ്? കാൽക്കുലേറ്ററിൽ നിങ്ങൾക്ക് പുറത്തിരുന്ന് റിമോട്ടായിട്ട് ആക്സസ് ചെയ്തിട്ട് അതിൻ്റെ ഡാറ്റ മാറ്റാൻ പറ്റുമെങ്കിൽ EVM-നും പറ്റും. അപ്പോഴാണ് രാഹുൽ ഗാന്ധി, കെജ്രിവാളാണല്ലോ പറഞ്ഞത്. കെജ്രിവാൾ പറഞ്ഞു, ഞാൻ ഇലക്ഷൻ കമ്മീഷൻ വെല്ലുവിളിച്ചു, വരൂ ഈ EVM എടുക്കൂ, നിങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്തു. അപ്പോൾ കെജ്രിവാൾ പറഞ്ഞു, ഞാൻ മാനിപ്പുലേറ്റ് ചെയ്യാം, പക്ഷേ ഒരാഴ്ച എനിക്ക് വീട്ടിൽ കൊണ്ടുവന്ന് തരണം. ഇതെടുത്ത് ഞാൻ വീട്ടിൽ കൊണ്ടുപോയിട്ട് മാനിപ്പുലേറ്റ് ചെയ്യാറുണ്ട്. അത് ആർക്കും പറ്റും. ഇവിടെ ഇരുന്ന് ഞങ്ങളുടെ ഓഫീസിൽ നിന്ന് ഈ മേശപ്പുറത്ത് നിങ്ങൾ ഒരാഴ്ച എടുത്തോ, എന്നിട്ട് ചെയ്ത് കാണിക്കുക. അത് ഇന്ത്യയിൽ ആരും ഇന്നും ആ വെല്ലുവിളി സ്വീകരിച്ചിട്ടില്ല. അപ്പോൾ ഇത് തോക്കുന്നിടത്തെല്ലാം നിലവിളി. ഇനിയിപ്പോൾ അടുത്ത തോൽവി ഉറപ്പാണ്. ബീഹാറിലെ അവസ്ഥ അറിയാമല്ലോ. ബീഹാറിലെ കഥ അതിവിചിത്രമാണ്. ഇപ്പോൾ നമുക്ക് സെപ്പറേറ്റ് സംസാരിക്കാം. ബീഹാറിലെ ഇപ്പോൾ നടന്നിരിക്കുന്ന സംഭവ വികാസങ്ങൾ, നവംബർ 6, 11, 2 തീയതികളിലായി 243 സീറ്റുകളിൽ ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ബീഹാറിലെ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പേ ഇന്ത്യ മുന്നണിക്ക് വലിയ ദുരന്തങ്ങൾ വരാൻ പോവുക. അതേക്കുറിച്ച് നമുക്ക് പ്രത്യേകം സംസാരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.